ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്, നിങ്ങൾ ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ബെഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രോബ്ലി ബെഡിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൂളിലും ചെയ്യാൻ പറ്റുന്ന 5 ആബ്സിന്റെ വർക്കൗട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ആദ്യത്തെ വർക്കൗട്ട് നമ്മൾ കാണാൻ പോകുന്നത് നീ ടക്സ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അത് നോർമലി നമ്മുടെ ഈ ഒരു ബെഞ്ചിൽ എഡ്ജിലോട്ട് ഇരുന്നുണ്ട്, ബാക്കിൽ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ കാലിന് പുറകോട്ട് പുള്ളിയുന്നതാണ് നീ ടക്സ് എന്ന് പറയുന്ന എക്സസൈസ്. ഇത് കൂടുതൽ നമ്മുടെ ലോ ആബ്സിനെയാണ് ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ഇത് അഡ്വാൻസ് ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ കൈ തലയിൽ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് ഞാൻ തീർച്ചയായിട്ടും അഡ്വൈസ് ചെയ്യാത്ത ഒരു വർക്കൗട്ടാണ്. കാരണം ബാക്ക് പെയിൻ ഉള്ള ആൾക്ക് തീർച്ചയായിട്ടും ലോവർ ബാക്കിൽ സ്ട്രെയിൻ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 5 അഡ്വാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഉള്ള ഒരു 5 അബ്ഡോമിനൽ വർക്കൗട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വേരിയേഷൻ തീർച്ചയായിട്ടും അഡ്വൈസബിൾ അല്ല. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് മൗണ്ടൻ ക്ലൈംബേഴ്സ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. വേറെയും വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ബെഞ്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. വളരെ എഫക്റ്റീവാണ്. നമ്മുടെ ലോവർ ആബ്സും നമ്മുടെ ഹിപ്പ് റീജിയനും ഒക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ അല്ലെങ്കിൽ ടോൺ ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് മൗണ്ടൻ ക്ലൈംബേഴ്സ്. ഇത് ഈവൻ നിങ്ങൾക്കൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും കൺസേൺ ചെയ്യേണ്ട. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ 100% ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് മൗണ്ടൻ ക്ലൈംബേഴ്സ് എന്ന് പറയുന്ന വർക്കൗട്ട്. മൗണ്ടൻ ക്ലൈംബേഴ്സ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുട്ടിനെ മടക്കി മുമ്പോട്ട് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോവാം. കണ്ടോ, പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാലിനിങ്ങനെ വെറുതെ, ഇത് മൗണ്ടൻ ക്ലൈംബേഴ്സ് അല്ല. ഇത് കാല് വെറുതെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ആ എക്സസൈസിന്റെ എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടില്ല. മുട്ട് മടക്കി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, ബാക്കിലേക്ക് പോവുക. ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ലോവർ ആബ്സ് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വേർഷൻ. അടുത്ത നമ്മൾ ചെയ്യുന്നത് റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. റഷ്യൻ ട്വിസ്റ്റ് നിങ്ങൾക്ക് ബെയർ ഹാൻഡ്സ് കൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ സ്വിസ് ബോളോ ഒരു മെഡിസിൻ ബോളോ അല്ലെങ്കിൽ ചെറിയൊരു ഡംബലോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് റഷ്യൻ ട്വിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഫ്രീ വെയിറ്റ് ആണ് ചെയ്യുന്നത്. വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നോർമലി ആദ്യം നമ്മൾ കാണിച്ചതുപോലെ ചെറിയൊരു ഇൻക്ലൈനേഷൻ ബാക്കിലേക്ക് കൊടുത്തിട്ട് ബോഡിയാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. ഇതും കാണുന്നതിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു വർക്കൗട്ട് അല്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്സിന്റെ വർക്കൗട്ടാണ്. ഇതും ബാക്ക് പെയിൻ ഉള്ളവർക്ക് അധികം അഡ്വൈസബിൾ ആയിട്ടുള്ള വർക്കൗട്ട് അല്ല. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ബാക്കിന് എന്തെങ്കിലും ഒരു സ്ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് അവോയ്ഡ് ചെയ്യാം. ഇതും നമ്മൾ ബെഞ്ചിന്റെ ഓൾമോസ്റ്റ് ആ ഒരു എഡ്ജിലിരുന്ന് ബോഡിയെ ബാലൻസ് ചെയ്ത് ബാക്കിലേക്ക് ചെറുതായിട്ട് ടിൽറ്റ് ചെയ്തതിന് ശേഷം ഈ ഒബ്ലിക് മസിലിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് സീറ്റഡ് ബൈസൈക്കിൾ ക്രഞ്ചസ് ആണ്. നമ്മൾ ഫ്ലോറിൽ കിടന്നിട്ട് ബൈസൈക്കിൾ ക്രഞ്ചസ് ചെയ്യാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ പേഴ്സണലി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വേർഷൻ എന്ന് പറയുന്നത് ബെഞ്ചിലിരുന്നിട്ട് നമുക്ക് എങ്ങനെ ബൈസൈക്കിൾ ക്രഞ്ചസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ബേസിക് പൊസിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ബാക്കിലേക്ക് ഇൻക്ലൈൻ ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഈ 2 കൈ നിങ്ങൾ ടെമ്പിളിന്റെ 2 സൈഡിലായിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതും ഒരു അഡ്വാൻസ്ഡ് ആപ്സിന്റെ വർക്കൗട്ട് തന്നെയാണ്. പക്ഷെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ആപ്സിന്റെ എൻറ്റയർ റീജിയന് നിങ്ങൾക്ക് 100% ആയിട്ട് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട്, നമ്മൾ ഒബ്ലിക് ട്വിസ്റ്റ് അപ്പർ ബോഡി ചെയ്തല്ലോ, സെയിം ലെഗിന്റെ ട്വിസ്റ്റ് നമുക്ക് ബെഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കിലേക്ക് ഇൻക്ലൈൻ ചെയ്ത് കാലിനെ മാത്രമാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇത് നമുക്ക് ലോവർ ആബ്സ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട 5 അഡ്വാൻസ്ഡ് ആപ്സിന്റെ വർക്കൗട്ടാണ്. ഇതൊരു ബിഗിനറിനും ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ ഇതൊരു അഡ്വാൻസ് എന്ന് പറയാൻ കാരണം
നിങ്ങളൊരു ബിഗിനറായി ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ മൊബിലിറ്റി ബാക്കി കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സസൈസ് ഇമ്മീഡിയറ്റ്ലി അഡാപ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ബാക്ക് പെയിൻ പോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിലുള്ള ചില വർക്കൗട്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഒരു ട്രെയിനറിൻ്റെ അസസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വർക്കൗട്ട് പെർഫോം ചെയ്യുക. ഈ വർക്കൗട്ട്സ് മാക്സിമം 3 സെറ്റ്സിൻ്റെ 15 റെപ്പിറ്റേഷൻസ് വെച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട അഡ്വാൻസ്ഡ് ആപ്സിൻ്റെ വർക്കൗട്ട് പോലെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കൗട്ട്സ് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നത് വരെ